ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ നന്ദു ആണെങ്കിൽ അനി അവിടെ കേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ്, അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ സമയത്താണ് അനി വന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് നവ്യയുടെ അരികിലേക്ക് അഭി ചെല്ലുന്നതും നവ്യയായിട്ട് സംസാരിക്കുന്നതും. ആ സംസാരിക്കുന്ന കൂട്ടത്തിൽ നവ്യയ്ക്കാണെങ്കിൽ ഈ ഒരു ഭയങ്കര കലിപ്പ് നന്ദുവിനോട്. അപ്പോൾ നന്ദുവിൻ്റെ ബർത്ത്ഡേ കാര്യങ്ങളെല്ലാം അഭിയോട് പറയുമ്പോൾ അവൻ ചിലപ്പോൾ പോയി കാണും, അവളെ കാണാനെന്ന് ഇങ്ങനെ പറയാം. അവനിനി എതിലെല്ലാം പോയിട്ടും കാര്യമില്ല, നന്ദുവായിട്ടുള്ള വിവാഹം നടക്കില്ല, താൻ ജീവിച്ചിരിക്കുമ്പോൾ താൻ അതിന് സമ്മതിക്കില്ലെന്നുള്ള കാര്യം പറയുന്നു. അപ്പോൾ വീട്ടിലേക്കൊന്ന് വിളിച്ചു നോക്കാം, നന്ദു വന്നിട്ടുണ്ടോ എന്ന് വീട്ടിലേക്ക് വിളിച്ചു നോക്കാനായിട്ട് പറയുമ്പോൾ ഞാനെന്തിനും വിളിച്ചു നോക്കണം, അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല. പക്ഷേ ഒരു കാരണവശാലും അവനും അവളും തമ്മിൽ ഒന്നാവാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് എന്ത് ഭൂകമ്പം സംഭവിച്ചാലും ഞാൻ സമ്മതിക്കില്ല. നാളെ ഈ അനന്തപുരിയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നാലും അതിന് ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയുക. അങ്ങനെ എൻ്റെ കണ്ണുനീര് കാണാത്ത അവൾ ഇവിടെ വന്ന് സുഖിച്ച് അവളുടെ ഇഷ്ടപ്രകാരം ജീവിക്കാമെന്ന് നമ്മൾ സ്വപ്നം കാണണ്ടെന്ന് പറഞ്ഞ് നവ്യ നിന്ന് ഇങ്ങനെ വെല്ലുവിളിക്കുകയാണ്. ഇതൊക്കെ കേട്ടപ്പോൾ അഭിക്ക് ഭയങ്കര സന്തോഷം. നീ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതെ ഇവിടെ ഒന്ന് കിടക്കാൻ നോക്കാൻ പറഞ്ഞു. അത് അങ്ങനെ കിടക്കാൻ പറ്റത്തില്ല, നീ ഒരു കാര്യം ചെയ്യും, നീ കിടന്നു, ഞാൻ പോയി അമ്മയെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. എന്തിനിപ്പോൾ അമ്മയെ കാണുന്നത്? അല്ല, അവനും വന്നിട്ടില്ലല്ലോ, ജാനകീയമ്മയോടൊന്ന് സംസാരിക്കാൻ ഞാൻ പറഞ്ഞിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോൾ കിട്ടിയ അവസരം നമുക്ക് മുതലെടുക്കണമെന്നും ഒരു കാരണവശാലും അവനും അവളും തമ്മിൽ ഒന്നാകാതിരിക്കണം, അങ്ങനെ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ജാനകി വിചാരിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് നബിയോട് പറയാം. എന്നിട്ട് നബിയെ പിടിച്ച് കിടത്തിയിട്ട് അഭി ജാനകിയെ കാണാനായിട്ട് പോയി, ജലജയെ കാണാനായിട്ട് പോയി. അപ്പോൾ ജലജ വഴി ജാനകിയിലേക്ക് എത്താനും. ആ സമയത്ത് ജലജയുടെ അരികിലേക്ക് മകൻ ചെന്നപ്പോൾ നിനക്കെന്താണ് ഉറക്കമൊന്നും ഇല്ലേന്ന് ചോദിച്ചു. അതല്ലമ്മേ, അനി ഇതുവരെ വന്നിട്ടില്ലെന്നാണ് പറഞ്ഞത്. അതെന്താ അവൻ വരാത്തത്? അതെ, എനിക്കൊരു സംശയം, നവ്യയ്ക്കും ആ ഒരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. എന്ത് സംശയം? നാളെ ആ നന്ദു എന്ന് പറയുന്നവളുടെ പിറന്നാളാണെന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ ഇനി അവൻ അവളെ കാണാനെങ്ങാനും പോയി കാണുമെന്ന് ചോദിക്കുമ്പം, എടാ അവനിപ്പോൾ ഈ അനന്തമൂർത്തിയുടെ പുതിയ MD അല്ലേ, അങ്ങനെയുള്ളപ്പോൾ അവൻ അങ്ങോട്ടേക്കൊന്നും പോകത്തൊന്നും അവന് തിരക്കായിരിക്കും. അതുപോലത്തെ ഒരു ഭാരമല്ലേ അവൻ്റെ തലയിലേക്ക് അനന്തമൂർത്തി വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൻ പോകുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ, എൻ്റെ പൊന്നമ്മേ, അമ്മ ഇപ്പം ചെന്ന് ജാനകിയമ്മയോട് സംസാരിക്കണം. അവരോട് ചെന്ന് അനിയെപ്പറ്റിയും അതുപോലെ നന്ദുവിനെ പറ്റിയും പറഞ്ഞു കൊടുക്കണം. അവരുടെ രക്തം തിളക്കട്ടെ അമ്മേ, ഒരു കാരണവശാലും അവർ തമ്മിൽ ഒന്നിക്കരുതെന്നുള്ള വാശിയിലാണ് നവ്യ. നമ്മളെന്തായാലും എന്താണ് മനസ്സിൽ കണക്ക് കൂട്ടുന്നതെന്നുള്ളത് നവ്യയ്ക്കറിയില്ല. പക്ഷേ അവരെ തമ്മിൽ ഒന്നിപ്പിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരേ ഒരാൾ വിചാരിച്ചിട്ടേ കാര്യമുള്ളൂ, അത് ജാനകി മാത്രമേ അതിനൊരു പോംവഴിയായിട്ട് നമ്മുടെ മുന്നിലുള്ളൂ. അതുകൊണ്ട് അമ്മ ഒരു ഇച്ചിരി എരിവും പുളിയൊക്കെ കൂട്ടിക്കയറ്റി അങ്ങ് പറഞ്ഞു കൊടുക്കുക. അവർ തമ്മിൽ വഴക്കുണ്ടാവണമെങ്കിൽ അങ്ങ് ഉണ്ടാവട്ടെ അമ്മേ, നമുക്കെന്താ അമ്മയെ കുഴപ്പമൊന്നും ചോദിച്ചുകൊണ്ട് മകനിങ്ങനെ അമ്മയോട് പറയുന്നു. ശരി, എന്നാൽ അത് പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മ ഫോൺ വിളിക്കാനായിട്ട് തുടങ്ങും. അമ്മ ഫോൺ വിളിച്ചല്ല പറയേണ്ടത്, അവിടെ ചെന്ന് പറയാൻ പറഞ്ഞു. ഓ എടാ, അതല്ല, അവളവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നാ ചെയ്യും, അജയേട്ടൻ അവിടെ ഉണ്ടെങ്കിൽ ഒന്നും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അമ്മ അങ്ങോട്ടേക്ക് ചെല്ലമ്മേ എന്നും പറഞ്ഞുകൊണ്ട് അഭി നിർബന്ധിച്ച് ജലജയെ പറഞ്ഞു വിടാൻ നോക്കും. അപ്പോൾ ഒരു വഴക്ക് കാണാൻ പറ്റുവാണെങ്കിൽ അത്ര സന്തോഷം അതിന് വേണ്ടിയിട്ട്. അങ്ങനെ ജാനകിയുടെ അരികിലേക്ക് ജലജ പോകുന്നു. അഭി ഇങ്ങനെ ഭയങ്കര പ്രതീക്ഷകളോടുകൂടി കുറുക്കൻ്റെ കണ്ണൊക്കെ ആയിട്ട് അവിടെ അങ്ങനെ നിൽക്കുക. ആ സമയത്ത് ജാനകി റൂമിലുണ്ടായിരുന്നു. ജാനകിയുടെ അടുത്തേക്ക് ചെന്നു ജലജ. ജാനകി, നീ കിടന്നോ എന്നും ചോദിച്ചു. നിനക്കെന്താ ജലജ, ഉറക്കമൊന്നുമില്ല, നീ എന്തെങ്കിലും ഇറങ്ങി നടക്കണേന്ന് ചോദിച്ചു. അല്ല, ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വന്നതാ. എന്ത് കാര്യം? അത് പിന്നെ അനിയെങ്ങാനും വന്നായിരുന്നോ? അവൻ വന്നില്ല. അവൻ എവിടെയാ? അത് നല്ല കാര്യം, അവൻ ഓഫീസിലായിരിക്കും. അവൻ ഇത്രയും നേരം ഓഫീസിൽ എന്താ ജോലിയുള്ളത്? അവൻ മൂർത്തീസ് ഗ്രൂപ്പിൻ്റെ MD അല്ലേ. അപ്പോൾ തന്നെയല്ല, ജോലിയിൽ അവൻ അത്ര പരിചയം പോരല്ലോ, അതുകൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാകും, അതിൻ്റേതായ തിരക്കുകളും കാര്യങ്ങളും ഉണ്ടാകും. നീ എന്തിനാ ഇപ്പോൾ അനിയുടെ കാര്യം അന്വേഷിച്ച് നടക്കണേ? അല്ല, നവ്യ പറയുന്നത് കേട്ടേ, നാളെ നന്ദുവിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ ഇനി അവൻ അവളെയെങ്ങാനും കാണാൻ പോയതാണോ എന്നൊരു സംശയം. ഇതുവരെ ഇല്ലാത്ത തിരക്കും ഇതുവരെ ഇല്ലാത്ത ടെൻഷനും ഒരു രാത്രി മാത്രം എന്തായാലും ഉണ്ടാവില്ലല്ലോ. ഇന്നലെ വരെ അവൻ അവിടുത്തെ ആൾ തന്നെയായിരുന്നല്ലോ. പക്ഷേ ഇന്ന് അവളുടെ ബർത്ത്ഡേ ആയ ദിവസം തന്നെ അവന് തിരക്ക് വരാൻ എന്താ കാരണം? അവനാണെന്നുണ്ടെങ്കിൽ ഇന്നലെ വരെ 10 മണിക്ക് ശേഷം എങ്ങും പോയിട്ടില്ല. 10 മണിയാകുമ്പോൾ അവൻ വീട്ടിൽ കയറിക്കൊണ്ടിരുന്നവനാണ്. ഇന്നൊരു ദിവസം കൊണ്ട് എന്ത് പ്രത്യേകതകളാണ് ഉണ്ടായതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജലജ ഇങ്ങനെ ജാനകിയുടെ മനസ്സിൽ തീ കോരിയിട്ടോണ്ടിരിക്കുക. നീ എന്താ പറഞ്ഞു വരുന്നേ? അല്ല, അതിൻ്റെ ഒരു സംശയം മാത്രം കേട്ടോ ജാനകി, നീ ഇനി അതും മനസ്സിൽ വെച്ചിങ്ങനെ ഒന്നും പറയാനൊന്നും വേണ്ട. ഈ അവളുടെ ബർത്ത്ഡേ ആയതുകൊണ്ടേ ഇനി അവൾക്ക് വല്ല ഗിഫ്റ്റ് കൊടുക്കാനോ കേക്ക് മുറിക്കാനോ ഒക്കെ അവൻ പോയോന്നൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അതൊക്കെ നിൻ്റെ വെറും വിശ്വാസം മാത്രമാണ് ജലജ. ജാനകി പറയുക, അവർ തമ്മിലിപ്പോൾ യാതൊരു ബന്ധവുമില്ല. മാത്രമല്ല, അവനിപ്പോൾ MD സ്ഥാനം ഏറ്റെടുത്തതോടുകൂടി അവന് നിന്ന് തിരിയാൻ പോലും സമയമില്ല. അപ്പോൾ ആ പെണ്ണിൻ്റെ പുറകെ പോകാനാണ് അവന് നേരം. അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ ബന്ധമൊന്നുമില്ലെന്നൊന്നും നീ പറയണ്ട. സമയമില്ല എന്നുള്ളത് ഓക്കെ, ശരി, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ
അവർ തമ്മിൽ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് കണ്ട ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നീ മാത്രം എന്താ അത് വിശ്വസിക്കാത്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജലജ ഇങ്ങനെ പറയല്ല, ഞാൻ വന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, നിൻ്റെ ഇഷ്ടം പോലെ തന്നെ ആയിക്കോട്ടെ. ഇനിയിപ്പം നമ്മളായിട്ട് നീ വീട്ടിൽ വഴക്കുണ്ടാക്കിയെന്നൊന്നും ഒരു പേര് വരരുത്, എന്നാൽ നിൻ്റെ മോനെ നോക്കുക വേണം, അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതാട്ടോ ഞാൻ വന്ന് പറഞ്ഞത്, നീ അങ്ങ് വിട്ടേരെ എന്ന് പറഞ്ഞുകൊണ്ട് ജലജ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. ജലജ എന്നിട്ട് ഇറങ്ങിപ്പോയിട്ട് പുറത്ത് ചെന്ന് നിന്നിട്ട് ഇങ്ങനെ നോക്കുക, പുള്ളിക്കാരി നോക്കുന്നുണ്ടോന്ന്. അങ്ങനെ ആ സെറ്റപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അമ്മയ്ക്കാണെങ്കിൽ ടെൻഷൻ കൂടി അമ്മ ഫോൺ എടുത്ത് മോനെ വിളിക്കുക. നന്ദു വരാത്തതിൻ്റെ ആ ഒരു ഇതിൽ ഇങ്ങനെ ഇരിക്കുക, നന്ദുവിനെ സ്വപ്നം കണ്ട് നമ്മുടെ അനിയെ. അപ്പോഴാണ് ഈ കോൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. കോള് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വരില്ലേ, അനി ഫോൺ അങ്ങ് കട്ട് ചെയ്തെടുത്തില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ജാനകിക്ക് പിന്നെയും ടെൻഷൻ. അപ്പോഴും അജയൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അജയൻ കയറി വന്നിട്ട് നിനക്കെന്നെ പറ്റിയ ജാനകി, നീ എന്തെങ്കിലും കിടന്ന് വെപ്രാളം കൂട്ടി ഓടുന്നതെന്ന് ചോദിച്ചു. അത് അനി ഇതുവരെ വന്നില്ല. ഇതിപ്പോൾ പുതിയ കാര്യമല്ലാണോ, അവൻ ഓഫീസിൽ വല്ല തിരക്കിട്ട് ജോലിയും കാര്യങ്ങളും കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും അവൻ വരാത്ത. അല്ല, ഇന്നലെ വരെ എത്രയും തിരക്കില്ലാത്തവൻ ഇത്ര പെട്ടെന്ന് ഇന്നൊന്നും ഇങ്ങനെ തിരക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് എന്നതാ പറ്റിയെന്ന് ചോദിച്ചു അജയൻ. നാളെ നന്ദു എന്ന് പറയുന്ന അവളുടെ ബർത്ത്ഡേ ആണെന്നൊക്കെ പറയുന്നത് കേട്ടു, ഇനി അവളുടെ പുറകെ എങ്ങാനും പോയോന്നാ. ജാനകി, നീ വീണ്ടും പഴയപടി തുടങ്ങുകയാണോ എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ തന്നെ ഈ വീട് വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെയുള്ളപ്പോൾ നീ ചുമ്മാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കാൻ നിൽക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അവൻ ഒരു നന്ദുവിൻ്റെ പിന്നാലെ പോകുന്നില്ല. അവൻ ഇപ്പം തന്നെ എടുത്താൽ പൊങ്ങാത്തതായിട്ടുള്ള ഭാരം അവൻ്റെ തലയിലുണ്ട്. ഒന്നിലും അവൻ്റെ കഴിവ് തെളിയിച്ചിട്ടുമില്ല. അപ്പോൾ പിന്നെ അവൻ ആ പുറകെ പോവുകയാണോ, അവൻ്റെ ജോലിയുടെ കാര്യങ്ങൾ നോക്കുവാണോ? നീ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെട്ട് ഈ വീട്ടിൽ വെറുതെ കുത്തിത്തിരിപ്പും പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ മാന്യമായിട്ട് ഇവിടെ ജീവിക്കാൻ നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞു. ഞാനതല്ല ചേട്ടാ പറഞ്ഞു, നീ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞ് അജയൻ ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് പോവുക. ജാനകിയാണെങ്കിൽ ആകെ ഇതായിട്ട് അവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നന്ദു തിരക്കിട്ട് ഇറങ്ങുക അനിയുടെ അരികിലേക്ക്. ആ സമയത്ത് ഇതേ കുറേ പോലീസുകാർ അങ്ങോട്ടേക്ക് കയറി വന്നു. പോലീസുകാർ കയറി വരിക മാത്രമല്ല, കയ്യിലൊരു കേക്കൊക്കെ ആയിട്ട് നമ്മുടെ നവീനും പിന്നാലെ കയറി വന്നു. ഇതാരും നവീനേട്ടൻ എന്താ ഈ നേരത്ത്, അതും ഇവിടെ, ഇതെന്താ ഉറക്കമൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിച്ചു. എല്ലാ ദിവസവും നമ്മൾ ഈ സമയത്ത് കിടന്ന് ഉറങ്ങുക അല്ലേ നന്ദു, പക്ഷേ ഇന്നൊരു ദിവസം ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ട് ഞാൻ ആ ഉറക്കം അങ്ങ് കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു. എന്താ നവീനേട്ടാ, എന്താ കാര്യമെന്ന് ചോദിക്കുമ്പം എന്നോടാണോ എന്താ കാര്യമെന്ന് ചോദിക്കുന്നത്? ഇന്ന് നന്ദുവിൻ്റെ ബർത്ത്ഡേ ആയിട്ട് പിറന്നാളാണെന്നൊരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. അയ്യോ, അത് ഇന്നല്ലല്ലോ നാളെയല്ലേ, ഇപ്പം സമയം എത്രയായെന്ന് നോക്കിക്കേ എന്നൊക്കെ പറഞ്ഞ നവീൻ ഇങ്ങനെ നന്ദുവിനോട് പറയാം. അല്ല, എൻ്റെ പിറന്നാളാണെന്ന് നവീനോട് ആരാ പറഞ്ഞത്? അതിപ്പം അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കും, ആവശ്യക്കാരൻ ഞാനായി പോയില്ലേ എന്നൊക്കെ നവീൻ ഇങ്ങനെ പറയുന്നു. ഞാൻ വീട്ടിലേക്ക് ഇറങ്ങാൻ നിൽക്കുമായിരുന്നു എന്ന് പറയുമ്പം വീട്ടിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് അതിന് മുന്നേ ഞാനിങ്ങ് പോകുന്നത്. എന്നാൽ പിന്നെ നമുക്ക് കേക്ക് അങ്ങ് മുറിച്ചിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് നവീൻ നിർബന്ധിച്ച് നന്ദുവിനെ കൊണ്ട് കേക്ക് മുറിപ്പിക്കുന്നു. നവീൻ കൊടുത്ത കേക്ക് നല്ലപോലെ തന്നെ നമ്മുടെ നന്ദു മുറിച്ചു. ചുറ്റിനും നവീനും ബാക്കി പോലീസുകാരും നിന്നിങ്ങനെ ഹാപ്പി ബർത്ത്ഡേ കൈയടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് ഏതോ ഒരു മഹാപാപി ഇത് മുഴുവൻ വീഡിയോ എടുത്ത് നമ്മുടെ അനിക്ക് ഇട്ട് കൊടുത്തു. പാവം അവിടെ നന്ദു കാത്തിരുന്ന അനിയുടെ ഫോണിലേക്ക് ഈ വീഡിയോയാണ് ചെല്ലുന്നത്. ഇത് കണ്ടപ്പോൾ നമ്മുടെ അനിയുടെ ചങ്ക് പൊട്ടിപ്പോയിട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി, തകർന്ന് തരിപ്പണമായിപ്പോയി അനി. എല്ലാവരും കൂടി നിൽക്കുന്നു, അതുപോലെ തന്നെ കേക്ക് മുറിക്കുന്നു. ആ കേക്ക് നവീനും അതുപോലെ നന്ദുവും പരസ്പരം ഷെയർ ചെയ്യുന്നു. താൻ എന്താഗ്രഹിച്ചോ അവിടെ മുന്നേറി വന്ന് എറിഞ്ഞിരിക്കുക. നവീനത് കണ്ടാൽ നമ്മുടെ അനിക്ക് സഹിക്കുമോ? അങ്ങനെ കേക്ക് മുറിക്കലും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞ് അനിയാണെങ്കിൽ തകർന്ന് തരിപ്പണമായിട്ട് ആ കേക്കിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുക. ഇത് എന്ത് ചെയ്യണമെന്ന് ഇപ്പം എനിക്കറിയില്ല. താൻ ആഗ്രഹിച്ചത് തനിക്ക് കിട്ടിയില്ല. തൻ്റെ പെണ്ണിൻ്റെ ബർത്ത്ഡേ കേക്ക് ആദ്യം താനും ആ പെണ്ണും കൂടെ മുറിക്കണം എന്നുള്ള ആ ഒരു ഇത് ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. അപ്പോഴത്തേക്കും മറ്റവൻ ഇടയ്ക്ക് ചുരണ്ടി കയറി. അപ്പോൾ അതിൻ്റെ സങ്കടത്തിലിരിക്കുന്നു. അങ്ങനെ ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെ ഭൂകമ്പങ്ങൾ നമ്മുടെ അനി ഉണ്ടാക്കും എന്നുള്ളത് അറിയില്ല. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AN ജ്വല്ലറിയിൽ ആദർശ് ചെല്ലുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ താടിയും തൊപ്പിയും ഒക്കെ വെച്ചിട്ട് അങ്ങനെ പഞ്ചാബിയായിട്ട് ചെല്ലുന്നു. പഞ്ചാബിയായിട്ട് ചെന്ന സമയത്ത് നമ്മുടെ ആദർശിനോട് ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കാട്ടോ ഈ ഡേവിഡ്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്, ഞങ്ങൾക്ക് പുതിയൊരു ഡിസൈനർ എത്തിയിട്ടുണ്ട്, മാളവിക എന്നാണ് പേര്. മാളവികയുടെ ഡിസൈൻസ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഇനി ഞങ്ങളങ്ങ് ഉയർന്ന് കയറാൻ പോവുകയാണ്. മൂർത്തീസ് ജ്വല്ലറി ഇപ്പോഴും പിടിച്ചു നിർത്തിയിരിക്കുന്നത് നയന കളക്ഷൻസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണെന്നും ആ ബ്രാൻഡാണ് ഇനി വേരോടെ പിഴുതെറിയാൻ പോകുന്നതെന്നും അവിടെ മാളവിക കളക്ഷൻസ് ഇടം പിടിക്കുമെന്നും ലോകമെമ്പാടും മാളവികയുടെ ആ ഒരു ഡിസൈൻ ഇങ്ങനെ പ്രചരിക്കാൻ പോവുകയാണ്. അങ്ങനെ വായി തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പോൾ ഇതെല്ലാം കേട്ട് നമ്മുടെ ആദർശ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടും ഇരിക്കുന്നു. പൊട്ടത്തരവും വിളിച്ചു പറയുക. അതിൻ്റെ ഇടയ്ക്ക് ഈ ഡേവിഡ് എന്ന് പറയുന്ന ആൾ അങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇയാൾ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ശരി, എന്തായാലും എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. എനിക്ക് ഞങ്ങളുടെ ബിസിനസ് നല്ല രീതിയിൽ വന്നാൽ മതി. നല്ല ഡിസൈൻസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഒരുപാട് കസ്റ്റമേഴ്സിന് നമുക്കിങ്ങ് കിട്ടുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ആദർശ് ഇങ്ങനെ ഇയാളോട് പറയുക. അപ്പോൾ എത്രത്തോളം നമ്മുടെ പ്രൊഡക്റ്റ് നന്നാവുന്നു അത്രത്തോളം നിങ്ങൾക്കും അതിൻ്റെ ലാഭം കിട്ടും എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിലിങ്ങനെ പറയുവാണ് നമ്മുടെ ആദർശ്. അപ്പോൾ ആദർശ് പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് അതെ എന്നൊക്കെ പറഞ്ഞ് ഡേവിഡ് ഇങ്ങനെ പൊങ്ങച്ചം തന്നെ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പുതിയ ഡിസൈനറെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് നമ്മുടെ ആദർശ് ചോദിച്ചപ്പം ഇപ്പം എൻ്റെ കുറച്ച് ഐഡിയാസ് അവരോട് പറഞ്ഞു കൊടുക്കാമായിരുന്നു, ഐഡിയാസ് പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാകുമല്ലോ എന്ന് ആദർശം പറയും. വയനാട് എന്തുകൊണ്ട് ഞങ്ങൾ വിളിക്കാമല്ലോ, അതിനിപ്പോൾ ഒരു കുഴപ്പമില്ലെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് മാനേജറെ വിളിച്ചു. മാളവികയോട് അകത്തേക്ക് വരാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞിട്ട് ആ കുട്ടി ഇപ്പം ഇങ്ങ് വരും. എന്തായാലും നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ഇതെല്ലാം നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തു, എന്തായാലും അവർ ആ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുമെന്നൊക്കെ പറഞ്ഞ് ഡേവിഡ് ഇങ്ങനെ നമ്മുടെ ആദർശിനെ പൊക്കി വിടുവാണ്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് മാളവിക മേ കമ്മിൻ സാർ എന്ന് പറഞ്ഞു വന്നു. മാളവിക വരൂ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുക. അപ്പോൾ മാളവിക അകത്തേക്ക് കടന്നു വന്നപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് ഇങ്ങനെ ഇരിക്കുന്നു. ആ സമയത്ത് ഡേവിഡ് ഇതാണ് ഞങ്ങളുടെ പുതിയ ഡിസൈനർ മാളവിക എന്നും പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോൾ ആദർശ് ഇങ്ങനെ മാളവികയെ നോക്കി ഹലോ ഹായ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാട്ടോ. അപ്പോൾ നമ്മുടെ മാളവികയും ഒരു പരിചയമില്ലാത്ത ഒരാളെ കണ്ട് ചിരിക്കുന്നത് പോലെയൊക്കെ ചിരിച്ചൊക്കെ കാണിച്ച് ഇങ്ങനെ നിൽക്കുന്നു. ഇനി ഇയാൾക്ക് എന്താണോ വേണ്ടത്, സിംഗ് എന്ത് വേണമെന്നുണ്ടെങ്കിലും മാളവികയോട് പറഞ്ഞു. മാളവിക അത് സെക്കൻഡ് 1 മണിക്കൂറിനുള്ളിൽ സെറ്റാക്കി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഓടിപ്പിടിച്ചൊന്നും എനിക്കൊരു ഡിസൈനും ശരിയാക്കി തരണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ മനസ്സിലുള്ള പ്ലാനുകൾ അല്ലെങ്കിൽ ഒരു ആഭരണത്തെ പറ്റി ആ ഒരു ജ്വല്ലറിയെ പറ്റി എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാം, അത് വെച്ച് റെഡിയാക്കി വെച്ചിരുന്നാൽ മതി എന്നൊക്കെ ആദർശ് ഇങ്ങനെ ഇയാളോടും അതുപോലെ തന്നെ മാളവികയോടും പറയാം. അപ്പം ഓക്കെ സാർ ഞാൻ അങ്ങനെ ചെയ്തോളാം എന്നീ മാളവിക പറയണു. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഒരു രീതിയൊക്കെ ചിരിച്ചു. അപ്പോൾ എന്തായാലും വരൂ സാർ എന്ന് പറഞ്ഞു. അങ്ങനെ മാളവികയുടെ കൂടെ ആദർശിനെ ഡേവിഡ് പറഞ്ഞു വിടുക. സിംഗ് ചെന്ന് കാര്യങ്ങളെല്ലാം സംസാരിച്ച് വേണ്ടുന്നവരൊക്കെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഇവർ രണ്ടുപേരും ഇങ്ങനെ പൊട്ടം പറഞ്ഞു വിട്ടു കേട്ടോ. അപ്പോൾ ജ്വല്ലറിയിൽ ഇപ്പം നമ്മുടെ ആദർശിൻ്റെയും അതുപോലെ മാളവികയുടെയും അഴിഞ്ഞാട്ടമാണ്. വന്നിരിക്കുന്നത് ആരാണെന്നോ വരാൻ പോകുന്നത് എന്താണെന്നോ ഒന്നും അറിയാതെ സിംഗിനെയും മാളവികയും വിശ്വസിച്ച് പൊട്ടൻ ഡേവിഡ് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. മറ്റേ നാഗേന്ദ്രന് പുറത്തേക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് അതിബുദ്ധിമാനായ ഡേവിഡ് കുറച്ചുകൂടി ബുദ്ധിപരമായി കളിക്കുന്നതാണ്. പണി പാലും വെള്ളത്തിലാണ് വരുന്നതെന്ന് ആ പൊട്ടനിട്ട് അറിയുന്നുമില്ല. എന്തായാലും ജ്വല്ലറി ഏകദേശമൊക്കെ കുളം തോണ്ടി തുടങ്ങി നമ്മുടെ ആദർശും അതുപോലെ ഈ പറയുന്ന മാളവികയും കൂടി ചേർന്ന്. അതേസമയം പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനി ദേഷ്യപ്പെട്ട് വീട്ടിലേക്ക് ചെല്ലുക. അതായത് നന്ദുവായിട്ട് കേക്ക് മുറിക്കാനൊന്നും പറ്റിയില്ലല്ലോ. നന്ദു അന്നേരം അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആട് കിടന്നിടത്തൊരു കൂടെ പോലും ഇല്ലെന്ന് പറഞ്ഞത് അവസ്ഥയായി. അവിടെ അനിയില്ല, ആരുമില്ല. ഇവനിതെവിടെ പോയെന്ന് പറഞ്ഞുകൊണ്ട് നന്ദു കുറേ നേരം അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. നന്ദുവിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു മറ്റേ നമ്മുടെ നവീന്. അപ്പം നന്ദു ഒരു തരത്തിലാണ് അയാളെ ഒഴിവാക്കിയിട്ട് അനിയുടെ അടുത്തേക്ക് വന്നത്. അനിയാണ് തുള്ളിച്ചാടി വീട്ടിലേക്ക് ചെല്ലുക. അപ്പം മകൻ വരാത്തത് കൊണ്ട് അമ്മയിട്ട് ഉറങ്ങിയതുമില്ല. പ്രത്യേകിച്ച് നന്ദുവിൻ്റെ അരിക്ക് പോയതാണോ എന്നുള്ളൊരു പേടിയുള്ളത് കൊണ്ട് അമ്മ ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു. ആ സമയത്ത് അനി ചെന്ന് കയറി. അപ്പോൾ ചെന്ന് കയറി അനിയോട് നീ ഇതുവരെ എവിടെയായിരുന്നടാ എന്ന് ചോദിച്ചു. അമ്മയ്ക്ക് എന്താ വേണ്ടത്, എന്താ അമ്മയ്ക്ക് എന്താ ഉറക്കവും ഇല്ലെന്ന് ചോദിച്ചുകൊണ്ട് അനി ദേഷ്യപ്പെടുക. നീ ഓഫീസിലായിരുന്നു, നീ എന്തിനാ എന്നോട് ചൂടാകുന്നത്, നീ ഓഫീസിലായിരുന്നോ അതോ മറ്റെവിടെയെങ്കിലും പോയോ എന്നറിയാനാ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഓഫീസിലേക്ക് പോകുന്ന ആൾ ഓഫീസിലേക്ക് തന്നെ പോകണമെന്നുള്ള നിർബന്ധം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുക അനി. ഇത് പണിയെടുക്കാനും സമ്മതിക്കില്ല. എന്നൊരു കാര്യം ചെയ്യും, എനിക്ക് വേറെ അമ്മ തന്നെ കസേര പോയി അങ്ങ് ഇരുന്നു, അതാകുമ്പോൾ പിന്നെ ഒരു കുഴപ്പമില്ലല്ലോ, എവിടെ പോയി എങ്ങോട്ട് പോയി ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം വരില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനി ദേഷ്യപ്പെടുക. അപ്പോൾ അനിയുടെ ഈ ചൂടാകലും ദേഷ്യമൊക്കെ കണ്ടപ്പോഴത്തേക്കും സമാധാനമായി നമ്മുടെ ചേച്ചിക്ക്. അനിയുടെ പിറകെ നന്ദു വന്നിട്ടില്ലെന്നും നന്ദുവിൻ്റെ പിറകെ അനി പോയിട്ടില്ലെന്നും മനസ്സിലായി. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ല കയറി വരുമ്പോൾ കാണിക്കുന്നതെന്നും അമ്മയ്ക്ക് അറിയാം. അങ്ങനെ അമ്മ ആ ഒരു സമാധാനത്തിൽ അങ്ങനെ ഇരിക്കുന്നു. എന്തായാലും നമ്മുടെ അനി ദേഷ്യത്തിലാണിപ്പോൾ. അനിക്കാണെങ്കിൽ സഹിക്കാനും പറ്റുന്നില്ല. അനിയുടെ ഉള്ളിലിങ്ങനെ അതിങ്ങനെ തികട്ടി വന്നുകൊണ്ടിരിക്കുക. മറ്റേ നമ്മുടെ നവീനെ പറ്റിയുള്ള കാര്യങ്ങളും ആ കേക്ക് മുറിച്ച് മുറിയിൽ ചെന്നിട്ടും ഭയങ്കര ഇതിൽ ദേഷ്യത്തിൽ നമ്മുടെ അനി അവിടെ ഇരിക്കുക കേട്ടോ. നന്ദു ആണെന്നുണ്ടെങ്കിൽ എന്നിട്ട് ഫോണെടുത്ത് അനിയെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവിടെ കിട്ടണേ ഇല്ല. അപ്പോൾ നന്ദുവിനും ആകെ പരിഭ്രമമായിപ്പോയി. ഇവനെന്താ പറ്റി, ഇവനെന്താ ഇങ്ങനെ ആ ഒരു ഇതിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വരാനിരിക്കുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണുകളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി 1000 നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ.